Dear students, welcome to a new class on second degree equations. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തത് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് കൊണ്ടുപോയിട്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നും നമ്മൾ അതുപോലുള്ള ഒരു പ്രോബ്ലം കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ടൊരു പ്രോബ്ലം നമ്മളിവിടെ തുടങ്ങുകയാണ്. പക്ഷേ ഇന്നത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ രണ്ട് ആൻസർ ഉണ്ടായിരിക്കും. നമ്മളിതിനു മുമ്പ് ചെയ്തതിലൊക്കെ നമുക്ക് ഒരു ആൻസറാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ മാറ്റം എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ രണ്ട് ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ അവതരിപ്പിക്കുകയാണ്. ഹിയർ റീഡ് ദി ക്വസ്റ്റ്യൻ. 2 numbers differ by 10. രണ്ട് നമ്പറുകളാണ്. their difference is 10. എന്ത് നമ്പറാണെന്നൊന്നും പറഞ്ഞില്ല. whether it is positive or negative, whatever be. 2 numbers are there. Their difference is 10. Their product is 75. Find the numbers. നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആ നമ്പേഴ്സിന് വാട്ട് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് വി വിൽ സപ്പോസ് വെരി ഫസ്റ്റ് ബൈ ടെല്ലിംഗ് എക്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ലെറ്റ് വൺ നമ്പർ ബി എക്സ്, ലെറ്റ് വൺ നമ്പർ ബി എക്സ്, ലെറ്റ് വൺ നമ്പർ ബി എക്സ്. ഒരു നമ്പറിനെ എക്സ് എന്ന് വിളിക്കുകയാണ്. ദെൻ ദി അതർ നമ്പർ ഓൾസോ, ദെൻ ദി അതർ നമ്പർ. അപ്പോൾ മറ്റേ നമ്പർ എന്തായിരിക്കണം? എക്സ് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പർ ഡിഫറൻസ് 10 എന്ന് പറഞ്ഞിട്ട് ഇത് സ്മോളർ ആയിട്ടാണ് നമ്മൾ സപ്പോസ് ചെയ്യണമെങ്കിൽ ദി അതർ വിൽ ബി എക്സ് പ്ലസ് 10 ആയിരിക്കും. ലാർജ് 10 കൂടുതലായിരിക്കും. ലാർജറിനാണ് നമ്മൾ എക്സ് നിർത്തുന്നത് എങ്കിൽ അതർ വിൽ ബി എക്സ് മൈനസ് 10. എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. ഇതിന് എക്സ് എന്നും മറ്റേതിന് എക്സ് മൈനസ് 10 ആണ്, അല്ലെങ്കിൽ ഇതിനെ എക്സ് എന്നും മറ്റേതിന് എക്സ് പ്ലസ് 10 എന്ന് എടുത്താലും പ്രശ്നമില്ല. ദർ പ്രോഡക്റ്റ് ഈസ് 75. therefore it will be like this: x into x plus 10 is equal to 75. It is given. Their product is 75. നമ്മൾ എന്താ ചെയ്തത്? ഈ എക്സിനെ ഇതിനും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. therefore it will be x into x will be x squared plus x into 10 will be 10x is equal to 75. Now we know the coefficient of x, it is 10. ഇവിടെ കെയുടെ സ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കെ പറഞ്ഞിരുന്നു. ഇൻ ദി പ്ലേസ് ഓഫ് ദറ്റ് കെ ഹിയർ ഇറ്റ് ഈസ് 10. Then half of the coefficient of x into x coefficient ആയ 10ന്റെ ഹാഫ്, ദറ്റ് ഈസ് 5. അതിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യും. പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നുണ്ടെങ്കിൽ ഇതൊരു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഒരു ബി സ്ക്വയർ ചേർക്കേണ്ടതുണ്ട്. ആ ബി തീരുമാനിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 10, അതിൻ്റെ ഹാഫ് 5, 5ൻ്റെ സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. therefore എക്സ് സ്ക്വയർഡ് പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർഡ് will be equal to 75 plus 5 squared. Now this one, x square plus 10x plus 5 square, ഇത് a plus b whole square expand ചെയ്തതായിട്ട് മാറ്റിയിട്ടുണ്ടാവും. therefore a plus b whole square will be x plus 5 whole squared is equal to 75 plus 25 will be 100. Okay, x plus 5 whole square is 100. therefore x plus 5 will be, what will be x plus 5 then? x plus 5 will be square root of 100. Okay, a number, its square is 100. x plus 5 എന്ന് പറഞ്ഞാൽ എക്സ് ഒരു നമ്പറാണ്. വൺ നമ്പർ ബി എക്സ് എന്നാണ്. എക്സ് ഒരു നമ്പറാണ്. എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ അതിലേക്ക് 5 കൂട്ടി വെച്ച് ആൻസർ അത് വേറൊരു നമ്പറാണ്. അതിൻ്റെ സ്ക്വയറാണ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 100 ആണ്. വാട്ട് ഈസ് ദി നമ്പർ? സ്ക്വയർ. ഓക്കെ, എക്സ് പ്ലസ് 5 എന്തായിരിക്കണം? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 വിച്ച് നമ്പർ ഗീവ്സ് ദി 100. അപ്പോൾ 100 തരുന്ന ഏത് നമ്പറാണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സാധ്യത ഉണ്ട്. ഇവിടെ നമ്മൾ രണ്ട് ആൻസർ പ്രതീക്ഷിക്കുകയാണ്. അതെന്തായിരിക്കും? 100ൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 100 തരിക എന്നുള്ളതാണ്. 10ൻ്റെ സ്ക്വയർ, സി 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ആണ്. മൈനസ് 10ൻ്റെ സ്ക്വയറോ, -10ൻ്റെ സ്ക്വയറോ, -10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -10 ഇൻറ്റു -10 എന്നല്ലേ? രണ്ട് നെഗറ്റീവ് നമ്പറുകളാണ്. -10 ഇൻറ്റു -10 വിൽ ബി അഗെയിൻ 100. അപ്പോൾ 100ൻ്റെ സ്ക്വയർ റൂട്ടിന് രണ്ട് സാധ്യത ഉണ്ട്.
ഒന്നുകിൽ 10 ആകാം. ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 100 തരാന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയറും 100 തരുന്നത്, -10ൻ്റെ സ്ക്വയറും 100 തരുന്നത്. Therefore, here x plus 5 has two possibilities. That is, root 100ൻ്റെ വാല്യൂ 10 എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് +10 ആകാം അല്ലെങ്കിൽ അത് -10 ആകാം. That's equal to +or-10. Therefore, x plus 5 is equal to +or-10. Therefore, x is equal to +or-10 -5. അപ്പോൾ x എന്തൊക്കെ ആകാം? Therefore, x can be 10 +or-10 എന്ന് പറയുമ്പോൾ 10 +10 ആണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 10 -5 എന്ന് പറഞ്ഞാൽ 5 ആകും. ഓക്കെ, x 5 ആണെന്നുണ്ടെങ്കിൽ ഓർ x can be അല്ലെങ്കിൽ x is equal to +10 എടുക്കുകയാണെങ്കിൽ 10 -5 5 ആയി. -10 എടുക്കുകയാണെങ്കിലോ -10 -5 will be -50. അപ്പോൾ എക്സിന് 2 ചാൻസ് ഉണ്ട്. ഒന്നുകിൽ 5 ആണ് അല്ലെങ്കിൽ -15 ആണ്. അപ്പോൾ എക്സ് 5 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 5, എക്സ് പ്ലസ് 10 എന്ന് പറയുന്നത് എന്താകും? അത് 15 ആകും. ശരിയല്ലേ? ഇറ്റ് ഈസ് 10 യൂണിറ്റ്സ്, ഇറ്റ് ഷുഡ് ബി 10 മോർ എന്ന് പറഞ്ഞു. അപ്പം എക്സ് പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 15 ആവും. ഇനി എക്സ് -15 ആണെങ്കിൽ എക്സ് പ്ലസ് 10 എന്ന് പറയുന്നത് എന്താകും? എക്സ് -15 ആണ്. -15ലേക്ക് ഇനി 5 ആഡ് ചെയ്ത് 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി -5. അപ്പോൾ ആൻസേഴ്സ് എന്തൊക്കെയാണ്? Therefore, the numbers can be ആ പറഞ്ഞ 2 നമ്പേഴ്സ് എന്തൊക്കെ ആകാം? 5ഉം 15ഉം ആകാം, ഓർ -15 and -5, -15, -5. ഓക്കെ, 2 നമ്പേഴ്സ്, their difference is 10. 5ഉം 15ഉം ആണെങ്കിൽ അവരുടെ ഡിഫറൻസ് എന്താണ്? 10 ആണ്. their product will be 75. -15ഉം -5ഉം ആണെങ്കിൽ their difference is 10. ഇവിടെ ഇത് ചെറുതും ഇത് വലുതുമാണ്. ഓക്കെ, നെഗറ്റീവ് നമ്പർ ഇതാണ് ചെറുത്, വലുത്. -15ഉം -5ഉം ആണെങ്കിൽ we can tell their difference is 10. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. പ്രോഡക്റ്റ് വിൽ ബി അഗെയിൻ 75. Therefore, here we could see 2 answers for this question. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇനിയുള്ള പ്രോബ്ലത്തിലും ഇതേപോലെ 2 സൊല്യൂഷൻസ് വരുന്ന വിധം നിങ്ങൾ കാണാൻ പോവാണ്. See the next question. Read the question. 95, 85, 75, etc. is an arithmetic sequence. How many terms of the sequence is added to give a sum 420? ഈ അരിതമെറ്റിക് സീക്വൻസിൻ്റെ എത്ര ടേംസിനെ ആഡ് ചെയ്യുമ്പോഴാണ് 420 എന്ന് പറയുന്ന സമ്മ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് n ടേംസിൻ്റെ സമ്മാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താണോ കണ്ടെത്താൻ പറഞ്ഞത് അതിനെ ഫസ്റ്റ് തന്നെ സപ്പോസ് ചെയ്യാണ്. ലെറ്റ് n terms are added. n terms are added. സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് m ടേംസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഈ അരിതമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 85 - 95. ദിസ് വൺ ഈസ് സ്മോളർ നമ്പർ, ദിസ് വൺ ഈസ് ലാർജർ. നെഗറ്റീവ് ആണ് കിട്ടാൻ പോവുക, -10 ആണ്. ഓക്കെ, അപ്പോൾ d/2 എന്ന് പറയുന്നത് -10/2 എന്ന് പറയുന്നത് -5 ആണ്. നമുക്കൊരു സമ്മ് കാണാനുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. an² + bn എന്ന ഫോമിലായിരിക്കും സമ്മിൻ്റെ എക്സ്പ്രഷൻ. ഇത് അരിതമെറ്റിക് സീക്വൻസിൽ നമ്മൾ പഠിച്ച a എന്ന് പറയുന്നത് d/2 ആണ്. d/2 n² + b എന്ന് പറയുന്നത് f - d/2n ആണ്. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിവിടെ കൊടുക്കുകയാണെങ്കിൽ n ടേംസ് ആർ ആഡഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ an² + bn എന്ന് പറയുന്നതിന് പകരം d/2n² + f - d/2n is equal to 420 ആണെന്ന് സപ്പോസ് ചെയ്യണം ആദ്യം. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. an² + bn is equal to 420. n ടേംസിന്റെ സമ്മ് 420 ആണ്. d/2ന് പകരം d/2 is -5 ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. d -10 ആണ്, d/2 -5 ആണ്. Therefore, -5n² + f - d/2. f എന്താണ്? ഫസ്റ്റ് ടേം. 95 മൈനസ് ഈ ഫോർമുലയിൽ ഒരു മൈനസ് ഉണ്ട്, അത് എഴുതി. Now d/2 is again -5, that is -5. That much n is equal to 420. ഇനി ഇതിനൊന്നും ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ -5n² + 95 - -5, 95 + 5 എന്നാവും 100 ആവും.
100n is equal to 420 എന്ന് കിട്ടി. ഇവിടെ ഈ n സ്ക്വയറിൻ്റെ കൂടെ ഒരു -5 നിലനിൽക്കുന്നത് നമുക്കൊരു പ്രശ്നമാണ്. നമുക്ക് a സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ -5 നമുക്കിവിടെ ഇഷ്ടമല്ല, നമുക്കിവിടെ വേണ്ട. അപ്പോൾ n സ്ക്വയർ മാത്രമേ നിൽക്കണം. അങ്ങനെ n സ്ക്വയർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിന് റൈറ്റ് സൈഡിന് ഡിവൈഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിന് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ടേമിനും ഡിവൈഡ് ചെയ്യണം. ഇതിനെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിനെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ -5 പോകും. therefore n സ്ക്വയർ വിൽ ബി ദർ n സ്ക്വയർഡ്. ഇവിടെ -100നെ -100 -5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ പ്ലസ് ആണ്, ഡിവൈഡ് ചെയ്യുന്ന -5 ആയതുകൊണ്ട് പിന്നീട് -5 ആണ് വരിക, മൈനസ് വരിക. 100/5 20 ആണ്, -20 n എന്നായി മാറും. ഇസ് ഈക്വൽ ടു 420നെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് പോസിറ്റീവ് ആണ്, ഡിവൈഡ് ചെയ്യുന്നത് -5 കൊണ്ടാണ്. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിട്ടുണ്ടാവുക. -420/5, 420നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 84 എന്ന് കിട്ടും. 84. അപ്പോൾ എന്താ മനസ്സിലാവുന്നത്? n സ്ക്വയർ -20n is equal to -84. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ a സ്ക്വയർഡ് പ്ലസ് kx എന്നൊക്കെ പറഞ്ഞല്ലേ, x സ്ക്വയർ പ്ലസ് kx is equal to എന്ന് പറഞ്ഞ പോലെ ആയി. അപ്പോൾ ഇവിടെ n-ന്റെ കോഎഫിഷ്യന്റ് -20 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം n സ്ക്വയർഡ് -20n പ്ലസ് ആഡ് ചെയ്യണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്യണം n-ന്റെ കോഎഫിഷ്യന്റ്, ദറ്റ് ഈസ് -20. -20ന്റെ ഹാഫ്, അതായത് -20ന്റെ ഹാഫ് എന്ന് പറയുന്നത് -10 ആണ്. -10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. -10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ, രണ്ട് നെഗറ്റീവ് 10ന്റെ സ്ക്വയർ ആണെങ്കിലും പോസിറ്റീവ് 10ന്റെ സ്ക്വയർ ആണെങ്കിലും എല്ലാം 100 വരിക. അപ്പോൾ 10 സ്ക്വയർ ആണ് ആഡ് ചെയ്തത്. ദാറ്റ് ഇസ് ഈക്വൽ ടു -84 പ്ലസ് ഇവിടെ ഒരു 10 സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ -84ന്റെ കൂടെ അപ്പുറത്തും ഒരു 10 സ്ക്വയർ ആഡ് ചെയ്യണം. ഓക്കെ, therefore what will be this one? ഇതെന്തായി മാറും? ലെഫ്റ്റ് സൈഡ് ഇത് ഒരു കംപ്ലീറ്റ് സ്ക്വയർ. ഇതാ a സ്ക്വയർ, ലാസ്റ്റ് b സ്ക്വയർ, ഈ നടക്കുള്ളത് 2ab ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ വരും. ഇവിടെ നെഗറ്റീവ് ഉള്ളതോടുകൂടി a മൈനസ് ബി ഹോൾ സ്ക്വയർ, അതുപോലെ n-10 ഹോൾ സ്ക്വയർ ആയി. n-10 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -84 പ്ലസ് 100 ആയി മാറി. 100 n-10 ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു -84ഉം 100 കൂടി ചേർന്ന് കഴിഞ്ഞാൽ 16 ആണ്. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, 16 ആണ്. n-10 ഹോൾ സ്ക്വയർ 16 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻ എ നമ്പർ ഇറ്റ്സ് സ്ക്വയർ ഈസ് 16. ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടപ്പോൾ 16 കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് n-10? n-10 വിൽ ബി ഈക്വൽ ടു ±√16. ±√16 രണ്ട് സാധ്യത ഉണ്ടോ? √16ന്റെ +or -√16. 16ന്റെ സ്ക്വയർ റൂട്ടിന് പ്ലസ് ഓർ മൈനസ് രണ്ട് സാധ്യത. therefore n is equal to n-10 is equal to +or -√16 എന്ന് പറഞ്ഞാൽ +or -4 ആണ്. 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. അത് +4 ആകാം -4 ആകാം. ഇവിടെ രണ്ടും സ്വീകരിക്കാൻ പറ്റൂ. n is equal to, അപ്പൊ n എന്താണ്? നമ്മൾ +4 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഓക്കെ, n is equal to n-10ന്റെ ആൻസർ ആണ് +4 എങ്കിൽ n-10 is equal to, if n-10 is equal to 10, if n-10 is equal to 4 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ n is equal to ഈ -10 അങ്ങോട്ട് കൊടുക്കുമ്പോൾ 10 + 4 ആവും, അത് 14 ആകും. Okay, if n-10 is equal to -4, if n-10 is equal to -4, therefore n is equal to 10 - 4. ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ 10 - 4, that's equal to 6. That's equal to 6. അപ്പോൾ ഇവിടെ രണ്ട് സാധ്യത നമ്മൾ കാണാം. n-ന് രണ്ട് സാധ്യത. n is equal to ഇത് പ്രകാരം n is equal to 14 കിട്ടി, n is equal to 6 കിട്ടി. അപ്പോൾ n is equal to 6, 14. ഇത് രണ്ടും ശരിയാവുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും എങ്ങനെ ശരിയാവും? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ അരിത്തമെറ്റിക് സീക്വൻസ് 95, 85, 75, 65 എന്നങ്ങനെ പോയി 65, 55, 45 എത്തുമ്പോഴേക്ക് 6 ടേംസ് ആയി. ആ 6 ടേംസിന്റെ സമ്മ് എന്തായിക്കോളും? 420 ആയിക്കോളും. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഇപ്പോൾ 3 അവിടെ ഉണ്ട്, ഒരു 3 കൂടി എടുക്കുമ്പോഴേക്ക് 420 ആവും സമ്മ്. അപ്പോൾ 6 ടേംസിന്റെ സമ്മ് 420 ആണ്.
ഇത് നമുക്കറിയാം കുറഞ്ഞു വരികയാണ്. 95, 85, 75 ഒരു സമയത്ത് അത് 0 കടന്ന് നെഗറ്റീവ് ആകാൻ തുടങ്ങും. അപ്പം 6th ടേം എടുക്കുമ്പോഴേക്ക് അത് 420 ആയി. ഇനി 7th, 8th, 9th ഒക്കെ എടുക്കുമ്പോഴും അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും 7th, 8th, 9th ഒക്കെ ചെറിയ ചെറിയ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, 0ന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആ 9 ടേംസിന്റെ സമ്മൊക്കെ എടുക്കുമ്പോഴേക്ക് ഈ 420യേക്കാളും കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് 420ന്റെ മേലെ കുറച്ച് കൂടും. പിന്നീട് അത് നെഗറ്റീവ് ആകാൻ തുടങ്ങും. നെഗറ്റീവ് ആകാൻ തുടങ്ങുമ്പോൾ 420യിൽ നിന്ന് എക്സ്ട്രാ കിട്ടിയ വാല്യൂസിനെ പിന്നീട് വരുന്ന കുറച്ച് നെഗറ്റീവ് ടേംസ് ക്യാൻസൽ ആക്കിയിട്ട് വീണ്ടും 420 എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക്. അതായത് 6th ടേംസ് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളൊരു 3-4 ടേംസ് എടുക്കുമ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ആ പോസിറ്റീവ്സിന്റെ സമ്മ് ഇതിലേക്ക് കൂട്ടുമ്പോൾ 420യേക്കാൾ കുറച്ച് എക്സ്ട്രാ വരുമെങ്കിലും പിന്നീട് നെഗറ്റീവ്സ് വരുമ്പോൾ ആ കിട്ടുന്ന എക്സ്ട്രാ സമ്മിനെ ക്യാൻസൽ ആക്കിയിട്ട് വീണ്ടും 420 തന്നെ ആക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പം 14 ടേംസ് എടുത്തു കഴിഞ്ഞാൽ 14 ടേംസ് ആണ് ഈ അരിതമെറ്റിക് സീക്വൻസിന്റെ 14 ടേംസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ 6 ടേംസിന്റെ 420 എക്സ്ട്രാ കിട്ടുന്ന വാല്യൂസിനെ ക്യാൻസൽ ആക്കുന്ന നെഗറ്റീവ് ടേംസും വന്നിട്ട് വീണ്ടും 420 ഉണ്ടാക്കും എന്നാ പറയണത്. എന്ന് പറഞ്ഞാൽ ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് ഗീവ്സ് ദി സം 420? രണ്ട് ആൻസർ ഉണ്ട്. 6 ടേംസിന്റെ സമ്മും 420 ആണ്, 14 ടേംസിന്റെ സമ്മും 420 ആണ്. ആൻഡ് സോ വെൻ വി സോൾവ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ we can expect two answers, that two answers will be acceptable at some instance. ചില സാഹചര്യങ്ങളിൽ രണ്ടും ആക്സെപ്റ്റബിൾ ആയിരിക്കും. അറ്റ് സം അതർ സിറ്റുവേഷൻ ഓൺലി വൺ വിൽ ബി ആക്സെപ്റ്റബിൾ. ചില സമയത്ത് ഒന്നായിരിക്കും സ്വീകരിക്കാൻ പറ്റുക, ചില സമയത്ത് ഒന്നുപോലും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഓക്കെ, ആൻഡ് സോ വെൻ വി സോൾവ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വി മസ്റ്റ് എക്സ്പെക്ട് two solutions. Here two solutions we see that two solutions are acceptable to us. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്താൽ രണ്ട് സൊല്യൂഷൻ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഇവിടെ നമ്മൾ കണ്ടു. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സി നൗ റീഡ് ദി ക്വസ്റ്റ്യൻ. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 34 centimeter. Its area is 60 square centimeter. Find its length and breadth. ഇതാണ് ക്വസ്റ്റ്യൻ. പെരിമീറ്റർ, ഇറ്റ് ഈസ് ഗിവൺ പെരിമീറ്റർ. പെരിമീറ്റർ ഈസ് 34. ഇറ്റ്സ് ഏരിയ ഈസ് 60 സ്ക്വയർ. എങ്ങനെ നമ്മൾ എഴുതുക? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ് തന്നത്. ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആണെങ്കിൽ 2 times ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 34 തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിരിക്കണം? 2 times ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് 34. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 34/2 ആയ 17 ആയിരിക്കണം. ഇഫ് ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ്, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ചേർന്നതാണ് 17. അതിൽ ലെങ്ത്തിനെ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് പിന്നെ എന്താകണം? രണ്ടും കൂടി ചേർന്ന് 17ൽ നിന്ന് മറ്റത് മൈനസ് ചെയ്തിരിക്കണം. 17 മൈനസ് എക്സ്. ഓക്കെ, ആൻഡ് സോ വി മസ്റ്റ് ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ പറയുന്നുണ്ട്, രണ്ടാമത് പറയുന്നുണ്ട്, ഇറ്റ്സ് ഏരിയ ഈസ് 60 സ്ക്വയർ സെന്റിമീറ്റർ. ശരിക്കും ശ്രദ്ധിച്ചോളൂ, എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കേണ്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഫ്രം ദി ഗിവൺ കണ്ടീഷൻ വി മസ്റ്റ് ഫോർമുലേറ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഏരിയ ഈസ് 60 എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് 17 മൈനസ് എക്സ് ആണ്. എക്സ് ഇൻറ്റു 17 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 60 എന്നുള്ള ആൻസറായി. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് വരികയാണ്. എക്സ് ഇൻറ്റു 17 എക്സ് ആയി, 17 എക്സ്. എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 60. നമ്മൾ എക്സ് സ്ക്വയറിനാണ് ആദ്യം എഴുതി പരിചയം, ബട്ട് ഇറ്റ്സ് സിമ്പിൾ ഈസ് മൈനസ് എക്സ് സ്ക്വയർഡ് പ്ലസ് 17 എക്സ് ഈസ് ഈക്വൽ ടു 60. ഓക്കെ, ഈ മൈനസ് നമ്മളിവിടെ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഒരു -1 ഉണ്ട് എന്നർത്ഥം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക ത്രൂ ഔട്ട്. ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് സ്ക്വയർ ആവും, എക്സ് സ്ക്വയർ. 17 എക്സിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 17 എക്സ് ഇസ് ഈക്വൽ ടു 16നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് 60. അപ്പം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ എക്സ് സ്ക്വയർഡ് മൈനസ് 17 എക്സ് ഇവിടെ എന്തോന്ന് ആഡ് ചെയ്യണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്.
അത് 17 ആണ്. നെഗറ്റീവിൻ്റെ ചിന്ത നമുക്ക് വേണ്ട, കാരണം ഇവിടെ ആഡ് ചെയ്യുന്നത് എന്തായാലും പോസിറ്റീവാണ്. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇറ്റ് ഈസ് -17. -17ൻ്റെ ഹാഫ് ദറ്റ് ഈസ് 17 -17/2 അതിൻ്റെ സ്ക്വയർ. അതിന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരേ ഇഫക്റ്റ് ഉണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 17ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ. The same should be added to the right side also, then only we will be able to write there an equal to, that is 17/2 whole square it is. Now ഇതിപ്പോൾ എന്തായി മാറി? ഇത് എ സ്ക്വയർ ആണ്, ഇത് ബി സ്ക്വയർ ആണ്, ഇത് 2ab ആണ്, -2ab ആണ്. അപ്പോൾ a - b ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിൻ്റെ സ്ഥാനത്ത് 17/2 ആണ്, മൈനസ് വരും. -17/2 ഹോൾ സ്ക്വയർ is equal to -60 plus, what about its answer? 17 square, 289. See, 17ന്റെ സ്ക്വയർ എന്താ? 289 by 2 squared. 17ന്റെ സ്ക്വയർ 289 by 2 squared 4 ആണ്. See, that's equal to, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, 4 into -60 -240 ആവും. -240 plus 289 whole divided by 4, that's equal to -240യും 289യും 49 ആണ്, 49/4. x minus 17/2 whole square is 49/4. Therefore x minus 17/2 is equal to, its square is 49/4. Therefore x minus 17/2 is equal to plus or minus root 49/4. root 49/4 എന്ന് പറഞ്ഞാൽ plus or minus 7/2 എന്ന് എഴുതാം. That is x minus 17/2 is equal to plus or minus 7/2. നമുക്ക് x is equal to x minus 17/2 ആണ് ഇത്. അപ്പം x is equal to 17/2 അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് -17/2 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 17/2 ആവും. 17/2 പ്ലസ് ഓർ മൈനസ് 7/2. രണ്ട് ആൻസർ ഉണ്ട്. 17/2 പ്ലസ് 7/2 ഒരു ആൻസർ, 17/2 മൈനസ് 7/2 ഒരു ആൻസർ. ഓക്കെ, ഇവിടെ രണ്ടിൻ്റെ ഡിനോമിനേറ്ററിൽ 2 ആണ്. 17 + 7 എന്ന് പറയുന്നത് 24 ആണ്. 24/2 എന്ന് പറയുന്നത് 12 ആണ്. എക്സ് 12 ആണ്. മറ്റേത് 17 - 7 എന്ന് പറയുന്നത് 10 ആണ്. 10/2 എന്ന് പറയുന്നത് 5 ആണ്. സി, അപ്പം എന്താ, രണ്ട് ആൻസർ ഉണ്ടോ ഇവിടെ? ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 12. എക്സ് 12 ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദറ്റ് ഈസ് ലെങ്ത് 12 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് എന്താണ്? ദറ്റ് ഈസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു, ദെയർഫോർ ദി സൈഡ്സ് ആർ, നമുക്ക് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്താണെന്നുള്ളതാണ്. ദെയർഫോർ ദി സൈഡ്സ് ആർ എന്തൊക്കെയാണ് ഇവിടെ കിട്ടുക? ലെങ്ത് എക്സ് ഈസ് ഈക്വൽ ടു 12 ആണെങ്കിൽ, എക്സ് 12 ആണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, എക്സ് ബ്രെഡ്ത്ത് ലെങ്ത് അത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്താണ്? 17 എക്സ് മൈനസ് ചെയ്ത് 12 മൈനസ് ചെയ്ത് 5 ആണ്. അപ്പം ലെങ്ത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് 5 ആണെന്ന് ഇത് ഉപയോഗിച്ചിട്ട് മനസ്സിലായി. തിരിച്ച് ലെങ്ത് ഈസ് ഈക്വൽ ടു 5 കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്നുള്ളൊരു ആൻസർ കൂടെ ഉണ്ടല്ലോ. അപ്പം ലെങ്ത് 5 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് 17 - 5 എന്ന് പറഞ്ഞാൽ 12 ആവും അല്ലേ? അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്നിന് 12 എടുക്കുമ്പോൾ മറ്റേത് 5 ആവും. അപ്പോൾ ഇവിടെ രണ്ട് ആൻസർ ഇല്ലേ, ഒരു ആൻസറേ ഉള്ളൂ. ഓക്കെ, അതെന്തൊക്കെയാണ്? ദെയർഫോർ ദി സൈഡ്സ് ആർ 12,5. ഓക്കെ, ഈ എക്സിന് രണ്ട് ആൻസർ ഇവിടെ വന്നെങ്കിലും അത് രണ്ടും ഒറ്റ സാഹചര്യത്തിലേക്കാണ് ഇവിടെ പോവുക. ഓക്കെ, രണ്ട് കോണ്ടെക്സ്റ്റ് ഇല്ല, ഒറ്റ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ലെങ്ത്തിൻ്റെ സ്ഥാനത്ത് 12 എന്ന് ഇട്ട് കൊടുത്താൽ ബ്രെഡ്ത്ത് 5 ആവും. ലെങ്ത്തിൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുത്താൽ ബ്രെഡ്ത്ത് 12 ആവും അല്ലേ? നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്ന് ലെങ്ത്ത്, നമ്മൾ ബ്രെഡ്ത്തും ഒരു ലെങ്ത്ത് തന്നെയാണ്. നമ്മൾ ഷോർട്ടർ ആയതുകൊണ്ട് അതിനെ ബ്രെഡ്ത്ത് എന്ന് വിളിക്കുകയാണെന്നേ ഉള്ളൂ. Therefore the sides of the rectangle are 12 and 5. These are the values obtained here, and so the perimeter of a rectangle 34 എന്നുള്ളതിന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് കൊണ്ടുവന്ന വിധം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. And so you can write down this problem and this explanation in your notebook. ഇനി നമുക്ക്
ഇതിനൊന്ന് ജനറലൈസ് ചെയ്യാനാണ്. ആദ്യം നിങ്ങൾ ഇത് എഴുതുക. നമുക്ക് ഒരു ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കാം. സി എ ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വിൽ ബി ഇൻ ദി ഫോം എ ജനറൽ, നിങ്ങൾ എഴുതാനുള്ളതാണിത്. എ ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ is in the form of ഒരു ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും: എ എക്സ് സ്ക്വയേർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ ഇക്വേഷൻസും ഇങ്ങനെ ആയിരുന്നോ? നമുക്ക് നോക്കാം. സി, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഇക്വേഷൻസ് ഇതാ: എക്സ് സ്ക്വയർ മൈനസ് 17x ഈസ് ഈക്വൽ ടു -60. ഇതിനങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് 17x -16 നമ്മൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ -16 ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി +60 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് ഏത് ഫോമുലായി? എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ഫോമുലായില്ലേ? എൻ്റെ സ്ഥാനത്ത് 1 ആണെന്നേ ഉള്ളൂ. 1x സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അതിന് മുമ്പ് കണ്ട പ്രോബ്ലം അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാം. ഇതാ -5, ഇതാ -5n സ്ക്വയർ -5n സ്ക്വയർഡ് പ്ലസ് -5n സ്ക്വയർഡ് പ്ലസ് 100n ഈക്വൽ ടു 420. ഈ 420 എങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? -420 ഈക്വൽ ടു 0 ഇങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അത് എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുമ്പോൾ അവിടെ പ്ലസും മൈനസ് എന്നുള്ളതിന് പ്രസക്തിയൊന്നുമില്ല. ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലസ് സി എന്ന് എഴുതാം. റെഡി? അപ്പം ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഓൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഇറ്റ്സ് ജനറൽ ഫോം വിൽ ബി എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. എല്ലാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും ഇങ്ങനെ എഴുതാമെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എല്ലാ ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെയും പ്രതിനിധിയാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിനും ബാധകമായിരിക്കും. നമ്മൾ ഇതിന് ട്രൂ ആയിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുന്ന എല്ലാം മറ്റ് ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂസ് എന്താ നോക്കുക, ഇതിൻ്റെ സൊല്യൂഷൻസ് കാണാനുള്ള ഒരു ജനറൽ ഫോർമുല കിട്ടിയാൽ ഏത് സെക്കൻഡ് ഡിഗ്രീൻ്റെ മേലെ നമുക്ക് ആ ജനറൽ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഫോർമുല ചെയ്യേണ്ടത് ഈ സീനെ ഇവിടെ നിർത്താൻ നമുക്ക് ഇഷ്ടമില്ല, ഇതിനങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെയായിരിക്കും? എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് ഇസ് ഈക്വൽ ടു സി അങ്ങോട്ട് പോകുമ്പോൾ -c ആയി. ഇവിടെ ഇങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഇത് മൈനസ് ആണെന്ന് അർത്ഥമൊന്നുമില്ല. ഇവിടെ സി നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അവിടെ എത്തുമ്പോൾ പോസിറ്റീവ് ആണാവുക അല്ലേ? ഉദ്ദേശം ഇതേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ സിമ്പൽ മാറ്റണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു മൈനസ് ചെയ്തുകൊണ്ട് ഇത് നെഗറ്റീവ് ആണെന്ന് അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇത് നെഗറ്റീവായിട്ടാണ് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഇസ് ഈക്വൽ ടു -c. ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരേണ്ടത് ഈ സീൻ അങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് അല്ലേ? ഇതിൻ്റെ മുമ്പുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് പിന്നീട് ചെയ്ത എന്താ? നമ്മൾ ഒരിക്കൽ ഇവിടെ -5 എന്ന് കിട്ടിയൊരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ സ്ഥാനത്ത് -5n സ്ക്വയർ -20n എന്ന് കിട്ടിയത് നിങ്ങൾ ഓർമ്മയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ -5 അവിടെ നിർത്തുന്നത് നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരുന്നു. എന്ന പോലെ ഇവിടെ ഏത് നമ്പറും ആകാം, 1 ആകാം. 1 ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. 1 അല്ലാത്തൊരു നമ്പറാണ് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ത്രൂ ഔട്ട് ലെഫ്റ്റ് സൈഡിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഡിവൈഡ് ബൈ എ, ഇതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എന്താ സംഭവിക്കുക? ലെഫ്റ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ടേമിനെ ഡിവൈഡ് ചെയ്യണം. ഇതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം പോകും, ഈ എ അവിടുന്ന് പോയിക്കോളും. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. therefore എക്സ് സ്ക്വയർ ഇറ്റ് ഈസ് പ്ലസ് ഇതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു എ വരും. അവിടെ ബി എക്സ് ബൈ എ, ബി എക്സ് അല്ലെങ്കിൽ ബി ബൈ എ എക്സ് എന്നാവും. ഓക്കെ, ബി ബൈ എ എക്സ് ഇസ് ഈക്വൽ ടു അവിടെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -c ബൈ എ കണ്ടാവും. ഇതിനു മുമ്പുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഈ പണിയാണ് ചെയ്തത് അല്ലേ? ഒരുപക്ഷെ ഈ ബിയും എയും ക്യാൻസൽ ആകുന്ന സമയം ഉണ്ടായിരുന്നു എന്നർത്ഥം. കിട്ടിയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സ് ഇസ് ഈക്വൽ ടു -c ബൈ എ. പിന്നീട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതൊരു എ സ്ക്വയർ പ്ലസ് ഇതൊരു 2ab പ്ലസ് ബി സ്ക്വയർ ആഡ് ചെയ്യണം. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ബി ബൈ എ, ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ശ്രദ്ധിച്ചോളൂ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ ബി ബൈ എ ആണ്. ബി ബൈ എ ആണ്.
അല്ലേ? കെയുടെ സ്ഥാനത്ത് ബി ബൈ എ ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഇറ്റ്സ് ഹാഫ് എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ബി ബൈ എൻ്റെ ഹാഫാണ്. അപ്പോൾ ബി ബൈ എ ബൈ 2 എന്ന് പറഞ്ഞാൽ ബി ബൈ 2a ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതാണ് ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ബൈ 2a ഹോൾ സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടി വരിക. ദെർഫോർ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ എ പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർഡ്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുണ്ടാവും. അതെന്തായിരിക്കും? ഇത് എ സ്ക്വയർ, ഇത് ബി സ്ക്വയർ, ഇത് 2ab ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ എ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബിക്ക് സ്ക്വയർ കൊടുക്കണം, 2aക്ക് സ്ക്വയർ കൊടുക്കണം. ബിക്ക് സ്ക്വയർ കൊടുക്കുമ്പോൾ ബി സ്ക്വയർ, 2aക്ക് സ്ക്വയർ കൊടുക്കുമ്പോൾ 2നും എക്കും ഒക്കെ സ്ക്വയർ കൊടുക്കണം. 2ൻ്റെ സ്ക്വയർ 4 ആണ്, മറ്റേത് എ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു സി. ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു 4a സ്ക്വയർ ഉണ്ട്. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്ററിൽ എൻ്റെയും 4a സ്ക്വയറിൻ്റെ LCM 4a സ്ക്വയർ ആണ്. 4a സ്ക്വയർ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ, ഞാൻ വേറെ രീതി പറഞ്ഞാൽ, ഈ എയുടെ സ്ഥാനത്ത് 4a സ്ക്വയർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സ്ഥാനത്ത് 4a സ്ക്വയർ എഴുതിയെന്ന് സപ്പോസ് ചെയ്തോളൂ. എയുടെ സ്ഥാനത്ത് 4a സ്ക്വയർ എഴുതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എ മാത്രമേ എഴുതാൻ പാടുള്ളൂ. 4a സ്ക്വയർ എഴുതിയെങ്കിൽ എക്സ്ട്രാ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 4a എക്സ്ട്രാ ഇവിടെ ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിനെ ക്യാൻസൽ ആക്കാൻ മുകളിലും ഒരു 4a ചേർത്താൽ മതി. മൈനസ് 4ac ഓൾറെഡി അവിടെ ഉള്ളതാണ്. അടിയിൽ എഴുതിയ 4a, ഡിനോമിനേറ്ററിലുള്ള 4a ക്യാൻസൽ ചെയ്യാൻ മുകളിൽ 4a എഴുതി. ഓക്കെ, പ്ലസ് ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ. ഇപ്പോൾ ഒരൊറ്റ ഡിനോമിനേറ്റർ ആയിട്ടുണ്ട് രണ്ടിനും ഒരൊറ്റ ഡിനോമിനേറ്റർ 4a സ്ക്വയർ ആയിട്ട്. അപ്പോൾ 4a സ്ക്വയർ എഴുതുകയാണെങ്കിൽ 4a സ്ക്വയർ ന്യൂമറേറ്ററിൽ മൈനസ് 4ac പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞതിന് പകരം ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയാമല്ലോ. ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, യെസ്, ദാറ്റ്സ് ഈക്വൽ ടു. അപ്പോൾ എന്താ മനസ്സിലാവുന്നത്? എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർഡ് മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. 4a സ്ക്വയർ നമുക്ക് 4a സ്ക്വയർ എന്ന് കിട്ടി. 4a സ്ക്വയർഡ് ഇതിൻ്റെ സ്ക്വയറാണ് ഇത് സി. അപ്പോൾ പിന്നെ എക്സ് പ്ലസ് ബി ബൈ 2a എന്താകണം? എക്സ് പ്ലസ് ബി ബൈ 2a. ഇങ്ങനെയല്ലേ ഇതിന് മുമ്പൊക്കെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത്? ഇങ്ങനല്ലേ? ഈ ഇതിൻ്റെ സ്ക്വയറാണ് ഈ കിട്ടിയത്. അപ്പോൾ എക്സ് പ്ലസ് ബി ബൈ 2a എന്തായിരിക്കണം? ഇതിന് മുമ്പ് നമ്മൾ ചെയ്തത് എന്താ? അപ്പോൾ അവിടെ രണ്ട് ആൻസർ ഉണ്ട്, പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്തൊക്കെയാണ്? ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ എന്നായി. ദാറ്റ്സ് ഈക്വൽ ടു. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് ഇടണം, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് ഇടണം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ശ്രദ്ധിക്കുക, ബി സ്ക്വയർ മൈനസ് 4ac ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ കൊടുത്തു ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് കൊടുക്കുകയാണ്. 4a സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് കൊടുക്കുമ്പോൾ അവിടെ 4ഉം a സ്ക്വയർ ഒക്കെ ഒരു സ്ക്വയേഴ്സാണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആണ്, a സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് a ആണ്. അപ്പോൾ ഇനി അവിടെ സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് കൊടുത്തപ്പോൾ അത് 2a ആയി മാറി. 4a സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അത് 2a ആണ്. 2aൻ്റെ സ്ക്വയറാണ് 4a സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 4a സ്ക്വയർ എന്ന് പറയുമ്പോൾ 2a. അപ്പോൾ എക്സ് പ്ലസ് ബി ബൈ 2aൻ്റെ ആൻസറാണ് നമുക്ക് ഈ കിട്ടിയ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഉണ്ട് ഇവിടെ. 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ദി വാല്യൂസ് ഓഫ് എക്സ് ആണ് വേണ്ടത്. എ ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദി ഫോം ഓഫ് ദിസ് വൺ, വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് എക്സ്? ഇപ്പോൾ എക്സ് പ്ലസ് ബി ബൈ 2aക്കാണ് ഈ ആൻസർ കിട്ടിയത്. അപ്പോൾ എക്സ് എന്തായിരിക്കും? ഞാൻ ഇവിടെ എഴുതാണെങ്കിൽ ബാക്കി ഇവിടെ എഴുതാണ്. എക്സ് ഈസ് ഈക്വൽ ടു ഈ ബി ബൈ 2aനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മൈനസ് ബി ബൈ 2a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് കിട്ടി.
അല്ലേ? Therefore ഇതിന് എന്ത് പറയാം? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. ശ്രദ്ധിക്കുക, രണ്ട് ടേംസ് ഉണ്ട് ഇവിടെ, രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. അത് രണ്ടുമാണ് ഈ പ്ലസ് ഓർ മൈനസ് കൊണ്ട് പറയുന്നത്. ഈ രണ്ട് ടേമിൻ്റെ ഡിനോമിനേറ്ററിൽ 2a ആയതുകൊണ്ട് ഇനി ഒരു സിംഗിൾ ഡിനോമിനേറ്റർ 2a പറഞ്ഞാൽ മതി. അപ്പം ന്യൂമറേറ്ററിനെ നമ്മൾ ക്ലബ് ചെയ്താൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയേർഡ് മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടി. See, this one is the general solutions of general second degree equation. നമുക്കൊരു പുതിയ പേജിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ see, if ax square plus bx plus c equal to 0 is a general second degree equation, then its solutions are അതായത് ഈ എക്സിൻ്റെ വാല്യൂസ്, ഈ ഇക്വേഷനിൽ വർക്ക് ചെയ്യേണ്ട എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സൊല്യൂഷൻസ് ആർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac whole divided by 2a. Very important result it is. If such an equation is there, if this kind of a second degree equations are there, we need not to think about the completing the square like that. We need only to find out its solutions by applying values in this one. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ഫോമിലേക്ക് എഴുതുക. ആദ്യം വേണ്ടത് ഈ ഫോമിലേക്ക് എഴുതുക എന്നുള്ളതാണ്. ഈ ഫോമിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദിസ് വൺ. ഈ ബിയും എയും ഒക്കെ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ വാല്യൂസ് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമുല, അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ ഫോർമുല മനസ്സിലായതുകൊണ്ട് ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് പറയാം. ഇനിയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെ 1-2 പ്രോബ്ലംസ് ചെയ്തു നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കുറേ ആയിട്ടുണ്ട്. ഇതുപയോഗിക്കുന്ന പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാം. ഓക്കെ, തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്സ്.